ചോദ്യം BJP പ്രതിനിധിയോടാണ്. നിങ്ങൾ പറഞ്ഞു ഈ കഴിഞ്ഞ മോഡി സർക്കാർ വന്നപ്പോൾ കേരളത്തിന് 3000 കോടി പാക്കേജും 50,000 തൊഴിലവസരങ്ങളും പറഞ്ഞു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്തതോ സംസ്ഥാന പ്രസിഡന്റോ ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഇത് വന്ന്. പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠൻ പാർലമെന്റിൽ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. നിങ്ങൾ വന്നിട്ട് തന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാ ജില്ലയിൽ നിന്നും നിങ്ങൾക്ക് ഒപ്പിട്ട് കൊടുത്താൽ പോലെ ജില്ലാ പ്രസിഡന്റുമാർക്ക്. അത് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 10ഓളം ട്രെയിനുകൾ കേരളത്തിലേക്ക് അനുവദിച്ചത് നിങ്ങളുടെ കോയമ്പത്തൂർ BJP ഘടകം തടസ്സപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇങ്ങോട്ട് നീങ്ങിക്കടോ. എൻ്റെ പേരെന്തെൻ്റെ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ MP മുൻകൈയെടുത്താണ് ഇവിടെ IIT അടക്കമുള്ള കാര്യങ്ങൾ വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, 3000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് IITയുടെയാണ്. അതെ, ഇൻഡസ്ട്രിയൽ കോറിഡോർ. ശരി. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം സമ്മതിക്കും, പ്രതിപക്ഷ MPമാരോട് ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. താങ്ക് യു. വന്ദേ ഭാരത് ശ്രീകണ്ഠൻ കൊണ്ടുവന്ന അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല. ഷൊർണൂരിൽ വന്ദേ ഭാരത് വന്നപ്പോൾ ഇജാതി ആളുകളാണ് അവിടെ പോയി അതിന്റെ ഗ്ലാസിൽ പോയി ശ്രീകണ്ഠന്റെ ഫോട്ടോയും മുട്ടിച്ച് ആ നല്ല കോച്ചുകൾ മുഴുവൻ നാശമാക്കി വിട്ടത് ഓർമ്മയില്ലേ? അവസാനം മാപ്പ് പറയേണ്ടി വന്നു ശ്രീകണ്ഠന്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? വാദം ഉന്നയിക്കാം. ശ്രീകണ്ഠൻ അവിടെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ കിട്ടുന്ന സമയം എന്താണെന്നൊക്കെ നമുക്കറിയാം. ശ്രീകണ്ഠൻ അവിടെ എണീറ്റ് നിന്ന് ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം, നരേന്ദ്രമോദി സർക്കാരിന്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ്, നയത്തിന്റെ ഭാഗമായിട്ട് രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ നടപ്പാക്കുകയാണ്. ഉദാഹരണത്തിന് IIT, നിങ്ങളുടെ MHRD മന്ത്രി മലയാളിയായിട്ടുള്ള ശശി തരൂർ ഉള്ള സമയത്ത് ഇദ്ദേഹത്തിന്റെ പാർട്ടി നിങ്ങളുടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ശശി തരൂർ പറഞ്ഞു കേരളത്തിന് IIT കിട്ടാൻ അർഹതയില്ല. പരസ്യമായിട്ട് പ്രഖ്യാപിച്ച കാര്യമാണല്ലോ, സംശയമില്ലല്ലോ. ഞാൻ പറഞ്ഞ തെറ്റല്ലല്ലോ, ശശി തരൂർ പറഞ്ഞതാണല്ലോ. കൗതുക ലേശം കൂടുതലാണ്. ദേശീയപാതയുടെ വികസനം അദ്ദേഹം സമ്മതിച്ചല്ലോ, ദേശീയപാത അതിവേഗം വികസിപ്പിക്കുന്നു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് ആരെയാ പറഞ്ഞത്? G സുധാകരന്റെ സർട്ടിഫിക്കറ്റാണ് പറഞ്ഞത്. അദ്ദേഹം പറയാണ്ട് ടോൾ പിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവർ KSRTC ബസ് ഇവിടെ നടത്തുന്നുണ്ടല്ലോ, KSRTC ബസ് ഉണ്ടല്ലോ, എന്നാൽ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞിട്ട് KSRTC മുഴുവൻ സൗജന്യമാക്കി ഓടട്ടെ, അല്ലേ? അങ്ങനെ സാധിക്കുമോ? ഒരു കാര്യം പറയാം, ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞത്രേ കേരളത്തിലെ ദേശീയപാതകൾ പോകുമ്പോൾ അമേരിക്കയിലെ റോഡുകളുടെ ഇതുപോലെയാണ്. എന്താ അമേരിക്കയിൽ ടോൾ ഇല്ലേ? ദുബായിൽ പോയി ഞങ്ങൾ ടോൾ അടയ്ക്കുന്നില്ലേ? അപ്പൊ ടോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗുണനിലവാരമുള്ള പാതകൾ, അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അല്ലാതെ കടം വാങ്ങി ഇത് മുഴുവൻ ഉണ്ടാക്കുകയാണോ വേണ്ടത്? ഒരു ബുദ്ധിമാനായിട്ടുള്ള ഭരണാധികാരി ഒരു പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യും, എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. ഇത് മാത്രമല്ല, ദേശീയപാത മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ടോള് മാത്രമല്ല, അതിന് പരിസരത്ത് ഷോപ്പിംഗ് മാളുകൾ, മറ്റ് സംവിധാനങ്ങൾ, ഇത് മുഴുവൻ ഏർപ്പാടാക്കുന്നുണ്ട്. അവിടുത്തെ പരസ്യങ്ങൾ, ഇത് മുഴുവൻ NHAIക്ക് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി അതിന് ഇതൊക്കെ എന്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. ഒരു കാര്യം പറയാം, ഇതുകൊണ്ടാണ് NHAIക്ക് മസാല ബോണ്ട് ഇറക്കാനുള്ള അംഗീകാരം കിട്ടുന്നതും ഇവർക്ക് ആ മസാല ബോണ്ട് ഇറക്കാനുള്ള അംഗീകാരം സത്യത്തിലില്ലാത്തതും. NHAIക്ക് തിരിച്ചടയ്ക്കാൻ വരുമാനമുണ്ട്, ഇവർക്ക് തിരിച്ചടയ്ക്കാൻ എന്താ ഉള്ളത്? ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പൊ വന്ദേ ഭാരത് ആരെ കൊണ്ടുവന്ന സുഹൃത്തെ? ശ്രീകണ്ഠനാണോ? ഒരു കാര്യം ചോദിക്കട്ടെ, തിരുച്ചെന്തൂർ തിരുപ്പതി ട്രെയിൻ, ഈ ട്രെയിനുകളൊക്കെ എവിടെ? ഈ പുതിയ പൊള്ളാച്ചി പഴനി ബ്രോഡ്ഗേജ് പാതയിലേക്ക് കൊണ്ടുവരാനുള്ള 10ഓളം ട്രെയിനുകളാണ് BJP തമിഴ്നാട് ഘടകം തടസ്സപ്പെടുത്തിയത്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതുപോലെ മുനിസിപ്പാലിറ്റി പറയാം. 2006 ആരാ കേന്ദ്രം ഭരിച്ചിരുന്നത്? 2006 നിങ്ങളാണോ? 2006 അന്ന് ഈ പാലക്കാട് ഡിവിഷനെ പകുതി മുറിച്ചുകൊണ്ടുപോയപ്പോ നിങ്ങളുടെ ആത്മരോഷം എവിടെയായിരുന്നു? പകുതി മുറിച്ച് സേലം ഡിവിഷൻ ഉണ്ടാക്കിയപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഭരിച്ചിരുന്നത്? 2006 ഒരു ഡിവിഷൻ തന്നെ മുറിച്ചുകൊണ്ടുപോയി. അപ്പോഴാണ് 4 ട്രെയിനിന്റെ കാര്യം പറയുന്നത്. ഒരു ഡിവിഷൻ തന്നെ മുറിച്ചുകൊണ്ടുപോയി, അപ്പോഴാണ് ട്രെയിൻ കാര്യം പറയും. ഇനി 2000 ബാക്കി പറഞ്ഞുതരാം. 2006 പാലക്കാട് ഡിവിഷൻ മുറിച്ചു കൊണ്ടുപോകുമ്പോ പാലക്കാട്ടുകാർക്ക് ആശ്വാസമായിട്ട് ഇവർ പറഞ്ഞൊരു വാഗ്ദാനം ഉണ്ട്. എന്തായിരുന്നു? പാലക്കാട് കോച്ച് ഫാക്ടറി വരും. ഉമ്മൻചാണ്ടി ഒരു കല്ലിട്ടല്ലോ, ആ കല്ലിപ്പ് എവിടെയാ? കുട്ടിമാമ എന്നെ വിളിച്ചോ?
കോൺഗ്രസ്സുകാരാ ഒന്ന് പോയി കാണിച്ചു തരാവോ? ആ കല്ല് എവിടെ പോയി? 10 വർഷക്കാലം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരുമിച്ചായിരുന്നല്ലോ. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. കോച്ച് ഫാക്ടറി എവിടെ പോയി? 2006 സേലം ഡിവിഷനാക്കി പാലക്കാടിനെ മുറിച്ചപ്പോ അതിന് നഷ്ടപരിഹാരമായി പാലക്കാടിന് കിട്ടേണ്ട കോച്ച് ഫാക്ടറി നിങ്ങൾ കൊണ്ടുവന്നില്ല. നമ്മുടെ VS വിജയരാഘവനെ പണ്ട് മത്സരിക്കുന്ന സമയത്ത് 84 മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത വാഗ്ദാന പാലക്കാടിന് കോച്ച് ഫാക്ടറി. ജയിച്ചു കഴിഞ്ഞപ്പോ രാജീവ് ഗാന്ധി പഞ്ചാബിലെ ബട്ടിൻഡേക്ക് കൊണ്ടുപോയി. ഓർമ്മയുണ്ടോ? പഞ്ചാബിലെ ബട്ടിൻഡേക്ക് കൊണ്ട്. ഇതൊന്നും പാലക്കാട് ജനങ്ങൾ മറന്നിട്ടില്ല സുഹൃത്തെ. പാലക്കാട് ജനങ്ങളൊന്നും മറന്നിട്ടില്ല. രണ്ടുപേരും മുന്നണിയല്ലേ? ഇതില് ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു ചോദ്യം മാത്രം. എവിടുന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞു. പറയാം. കഴിഞ്ഞു. 47 അല്ല. ഒരു കാര്യം പറയാം. നിങ്ങൾ 1947 അല്ല, ത്രേതായുഗം മുതൽ നമുക്ക് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പറഞ്ഞാലും നിങ്ങൾ ജയിക്കൂല. ഒരു സംശയം